Welcome to GE1 class. നമ്മളിന്ന് മൊഡ്യൂൾ 5 അവർ ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത്യാവശ്യം ലെങ്തി മൊഡ്യൂളാണിത്. സാധാരണ പഴയ സ്കീം പ്രകാരം 2 മൊഡ്യൂളുകളിലായിട്ടുണ്ടായിരുന്ന 2 ടോപ്പിക്സിനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ മൊഡ്യൂളിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് ലെങ്തിയാണ്. 2 സെക്ഷനാണ് ആക്ച്വലി സാധാരണ മറ്റ് മൊഡ്യൂളിലുള്ള പോലെ തന്നെ മൊഡ്യൂൾ 5ലും. ഫസ്റ്റ് സെക്ഷൻ നോക്കൂ, ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ്. ഓക്കെ, സോ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽസിൽ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബ്രോഡായിട്ടുള്ള 2 ടോപ്പിക്സാണ്. അതിൽ ഇത്രയും ടോപ്പിക്സ് നമ്മുടെ മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് മോർ സർക്കിൾ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്നുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലബോറട്ടറി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വരും മൊഡ്യൂളുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ചാപ്റ്റർ 5.1 പാർട്ട് 1 മോർ സർക്കിൾ. ഓക്കെ, അപ്പം ഈ ഒരു മോർ സർക്കിൾ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കുറച്ച് ഫണ്ടമെൻറ്റൽസ്, ദെൻ മോർ സർക്കിൾ, അങ്ങനത്തെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഈ മോർക്കുളം ഫെയിലർ ക്രൈറ്റീരിയനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോർക്കുളം എങ്ങനെയാണ് മോർ സർക്കിൾ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫ്രം ദ വെരി ബിഗിനിങ് നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ സ്ട്രെങ്ത് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ചെറുതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മളിങ്ങനെ ഒരു സോയിൽ കൺസിഡർ ചെയ്യുന്നു, അവിടെ നമ്മളൊരു ഫൗണ്ടേഷൻ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ കേസിലുള്ള ഒരു സോയിൽ ലെയറിൽ നമ്മളിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ എക്സ്കവേഷൻ ചെയ്തിട്ടൊരു ലോഡ് അപ്ലൈ ചെയ്യുന്ന അല്ലേ, ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം, ഇതിൻ്റെ മറുഭാഗത്ത് ഒരു ബൾജിങ് പോലെ നടക്കാമല്ലോ. കാരണം ആ ഒരു സ്പേസിൽ നമ്മൾ ഒരു ലോഡിങ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു കംപ്രഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് സോയിലിന് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ബൾജിങ് മീൻസ് ഇതൊരു നേക്കഡ് ആയി വെച്ച് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മേ ബി കാണാവുന്ന തരത്തിലുണ്ടായിരിക്കാം ഈ രീതിയിൽ ബൾജ്, അതായത് ആ ഒരു സോയിൽ ലെയർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ബൾജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീഫോർമേഷൻ സംഭവിക്കും അല്ലേ. അപ്പം ഏത് രീതിയിലേക്കും ഇതിൻ്റെ സോയിലിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അടിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും നോക്കൂ, ഈ ഒരു ഡയറക്ഷൻ അല്ലേ, അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ തൊട്ട് ഇപ്പുറം ഭാഗത്തേക്ക് ഈ ലോഡിൻ്റെ റിസൾട്ടായിട്ട് സോയിലിന് ഇങ്ങനെ ഒരു ഡിഫോർമേഷൻ അല്ലേ, ഈ ഒരു ഡയറക്ഷൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആരോ നോക്കൂ, ആ ഒരു ഡയറക്ഷനിൽ ഇതിനെന്ത് ചെയ്യാം, ഒരു ഡിഫോർമേഷൻ സംഭവിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ലോഡിങ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫോർമേഷൻ, ബട്ട് ഈ ഒരു ഡിഫോർമേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ലെയർ ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഇപ്പം കാണിച്ചിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു സോയിലായിരിക്കും എന്ത് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ലോഡിൻ്റെ റിസൾട്ടായിട്ട് ഡിഫോർമേഷൻ സംഭവിക്കാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ അതിന് അങ്ങനെ ഡിഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫെയിലറാണ് അല്ലേ, ഈ സോയിലിൻ്റെ ഫെയിലർ ഒക്കർ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അല്ലേ, അതെല്ലാം ബാക്കിയെല്ലാം നോർമൽ കണ്ടീഷനിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക, മേ ബി ഇങ്ങനെ ഒരു ഡിഫോർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അതിൻ്റെ അഡ്ജസൻറ്റ് സോയിൽ എന്തായിട്ടുണ്ടാവും, ഈ ഒരു ഫെയിലർ സർഫസ് അല്ലേ, ഇപ്പോൾ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഫെയിലർ സർഫസ്. ഈ ഒരു കൺസ്ട്രക്ഷൻ കാരണം ഈ സോയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫെയിലർ സർഫസ് ഇതാണ്. ഈ ഒരു ഫെയിലർ സർഫസിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള സോയിൽ എന്തായിട്ടുണ്ടാവും, അതിനെ ആ ഒരു ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിൽ അതിനെന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിന് ഡിഫോർമേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത്. അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അവിടെ എന്തൊരു ആക്ഷൻ്റെ ഫലമായിട്ടായിരിക്കും അത് സംഭവിക്കാതിരുന്നത്, അതിൻ്റെ ഫെയിലർ സർഫസിൻ്റെ തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സോയിൽ ലെയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനൊരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു ഡിഫോർമേഷന് എതിരെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതാണ് മൊബിലൈസ്ഡ് ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഈ അടിഭാഗത്ത് കാണിച്ചിട്ടുള്ള ആരോ അല്ലേ, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. സോ അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ സോയിലിന് ഇങ്ങനെ ഒരു പെക്കുലാരിറ്റി, അതായത് ആ സോയിലിൻ്റെ അഡ്ജസൻറ്റ് സോയിൽ പാർട്ടിക്കിൾസിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് അതിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവുണ്ട് അല്ലേ. അപ്പം അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. അതായത് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, എത്രത്തോളം ലോഡ് വരുന്നോ അതിനനുസരിച്ച് ഇതിനുള്ള സ്ട്രെസ്സ് വരും അല്ലേ, ഇതിൻ്റെ ഈ സോയിലിൻ്റെ മേലൊരു സ്ട്രെസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് തന്നെ അഡ്ജസൻറ്റ് സോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു
സ്ട്രെസ്ഡ് ആയിട്ടുള്ള സോയിലിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ഇതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അറ്റ് എ ടൈം ഈ ഒരു റെസിസ്റ്റൻസ് എന്നുള്ളത് സോയിലിൻ്റെ ഒരു പവറാണ്. സോ അതിന് ഓരോ പെർട്ടിക്കുലർ സോയിലിനും ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കും. ഇത്രത്തോളം വരെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിലിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. സോ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഇതിൻ്റെ ഒരു കഴിവുള്ള ഇതിന് മാക്സിമം റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം അത് റെസിസ്റ്റ് ചെയ്തു. വീണ്ടും ലോഡ് അതിൻ്റെ മേലെ ലോഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെയ്യാനുള്ള കഴിവ് നശിച്ചു, അത് അവസാനിച്ചു അല്ലേ. അത് റെസിസ്റ്റൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വീണ്ടും ലോഡ് സപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ സോയിൽ ഫെയിൽ ആവുന്നത്. ക്ലിയർ ആയല്ലോ. സോ സോയിലിൻ്റെ ഫെയിൽ എന്ന് പറയുന്നത് മിക്കവാറും ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഷിയർ ഫെയിലർ ആയിരിക്കും. ഓക്കെ, അപ്പം ഷിയർ എന്ന് പറയുന്നത് നമുക്കറിയാം സർഫസ് കോൺടാക്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഷിയർ എന്ന് പറയുന്നത്. സോ സോയിൽ എന്താണ്? ഈ ഫെയിലർ സർഫസിലുള്ള സോയിലിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള സോയിൽ എന്ത് ചെയ്യുന്നു? അതിനെ ആ ഒരു ഫ്രിക്ഷൻ കാരണമോ അതിൻ്റെ ഒരു കൊഹഷൻ കാരണമോ അതിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സ്ട്രെങ്ത്, അതാണ് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ പറഞ്ഞിട്ടുള്ള ബാക്കി ഒരുപാട് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കൺസോൾട്ടേഷൻ, കോമ്പാക്ഷൻ, ഒരുപാട് നമ്മൾ കംപ്രസിബിലിറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്നത് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് സോയിലിന് ആ ഒരു പർട്ടിക്കുലർ ലോഡ് താങ്ങാനുള്ള ഷിയർ സ്ട്രെങ്ത് ഈ ഒരു സോയിലുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫെയിലർ സർഫസ് എന്താണെന്ന് മനസ്സിലായി. മൊബിലൈസർ ഷിയർ, ഇതൊന്നും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്ന കാര്യങ്ങളല്ല. ജസ്റ്റ് ഷിയർ സ്ട്രെങ്ത് എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, ഇനി ഈ ഒരു ഇതിലേക്ക് നോക്കാം. നമ്മുടെ ഫെയിലർ സർഫസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു പാർട്ട് നമുക്ക് സൂം ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ഭാഗത്തുള്ള സോയിൽ നോക്കൂ. അതിനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് 2 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് ആ ഒരു ഭാഗത്തുള്ള സോയിലിനെ സംബന്ധിച്ചിടത്തോളം അതിനോട് നോർമലായിട്ടുള്ള ഡയറക്ഷനിൽ ഒരു സ്ട്രെസ്സും വരുന്നുണ്ട്. അതിൻ്റെ സെയിം അതായത് അതിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു സ്ട്രെസ്സ്. 2 രീതിയിലുള്ള സ്ട്രെസ്സസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോന്നും എന്താണ് നോക്കൂ. ഈ ഒരു സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ടോ. ഓക്കെ, ഗ്രീക്ക് ലെറ്റർ ടോ ആണ് ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നോർമൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കൂ സിഗ്മ. നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ. വെർട്ടിക്കൽ സ്ട്രെസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് സിഗ്മ ആണ്. സോ ഇതാണ് നോർമൽ സ്ട്രെസ്. അപ്പം അവിടെയുള്ള ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ അവിടുത്തെ സോയിൽ ലെയർ ആണ്. ആ സോയിൽ ലെയറിൻ്റെ നോർമൽ ഡയറക്ഷനിൽ അതിൻ്റെ മേൽ ആക്ട് ചെയ്യുന്ന ലോഡിങ് അതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് സിഗ്മയും അതിൻ്റെ സെയിം ആ സർഫസ് ഡയറക്ഷനിൽ സർഫസിൽ തന്നെ പാരലലായിട്ടുള്ള രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ മേലുണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ടോയുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള സോയിൽ ലെയറിൻ്റെ ഒരു പ്ലെയിനോ ഒരു പോയിന്റോ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ 2 രീതിയിലുള്ള സ്ട്രെസ്സസ് ആണ്. എല്ലായ്പ്പോഴും 2 ഉണ്ടാവണം നിർബന്ധമില്ല. ചില കേസസിൽ ചിലത് 0 ആവുന്ന കേസസ് ഒക്കെ ഉണ്ട്. സോ പോസിബിൾ ആയിട്ടുള്ള 2 സ്ട്രെസ്സസ് ആണുള്ളത്. ഒന്ന് നോർമൽ സ്ട്രെസ്സും അതായത് അതിനോട് അതിൻ്റെ നോർമൽ ഡയറക്ഷനിൽ വരുന്ന നോർമൽ സ്ട്രെസ്സും അതിൻ്റെ സെയിം സർഫസ് ഡയറക്ഷനിൽ വരുന്ന ഷിയർ സ്ട്രെസ്സും. ഓക്കെ, ഇപ്പോൾ ടോ ആൻഡ് സിഗ്മ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സിഗ്മ ഇസ് നോർമൽ സ്ട്രെസ്, ടോ ഇസ് ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഈ മൊഡ്യൂൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന 2 ടേംസ് ആയിരിക്കും ടോയും സിഗ്മയും. ഓക്കെ, ഫെയിലിയർ occurs when shear stress reaches maximum shear strength. അതായത് എപ്പോഴാണ് ഒരു സോയിൽ ഫെയിലിയർ ആവുന്നത്? മിക്കവാറും സോയിൽ ഫെയിലിയർ ആവുന്നത് എന്താണ് ജനറലി പറയുകയാണെങ്കിൽ ഷിയർ ഫെയിലിയർ ആണ് സോയിലിന് ഉണ്ടാകാൻ പോകുന്നത്. ആ ഷിയർ ഫെയിലിയർ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ് ഓരോ സോയിലിൽ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷൻ നോക്കുമ്പോൾ 2 സ്ട്രെസ്സസ് ഉണ്ടാവും, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഷിയർ സ്ട്രെസ്സ് നമ്മൾ ലോഡിങ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത നേരത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കൺസ്ട്രക്ഷൻ ഒരു ഫുട്ടിങ് അവിടെ വന്നതായിട്ടല്ലേ, ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ വരുന്ന ലോഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പോയിന്റിലുമുള്ള ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സോയിലിന് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. മാക്സിമം ഷിയർ സ്ട്രെങ്ത് എത്രയാണോ ആ ഒരു മാക്സിമം ഷിയർ സ്ട്രെങ്ത്തിനെയും എക്സീഡ് ചെയ്യുന്ന രീതിയിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്താൽ ആ മൊമെൻറ്റിൽ ഫെയിലിയർ ഒക്കർ ചെയ്യും. ഓക്കെ, അപ്പോൾ വെൻ ദ സോയിൽ ഫെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പോയിന്റ് പറഞ്ഞാൽ മതി.
failure occurs when shear stress reaches maximum shear strength. Okay, അപ്പോൾ ആ ഒരു പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അതിൻ്റെ സെയിം ഡയറക്ഷനിലുള്ള ആ ഒരു സ്ട്രെസ്സ്. ഓക്കെ, അപ്പം അതിന് ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് ഷിയർ സ്ട്രെങ്ത് കൊണ്ട് കിട്ടുന്നത്. ആ ഒരു സ്ട്രെസ്സ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. ആ ഒരു സെപ്പറേറ്റ് അത്രയും ഒരു ലെയർ ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഈ ഒരു ഒറിജിനൽ സോയിൽ ലെയറിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിഫോർമേഷൻ സംഭവിച്ചിട്ട് എന്ത് വരും, ഫെയിലിയർ വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ഷിയർ സ്ട്രെങ്ത് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മൊഡ്യൂളിലേക്ക് കടക്കാൻ പോകുന്നത്. സോ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദ റെസിസ്റ്റൻസ് ടു ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് എ കോൺസിക്വൻറ്റ് ടെൻഡൻസി ഓഫ് ഷിയർ ഡിഫോർമേഷൻ. അതായത് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഷിയറിംഗ് സ്ട്രെസ്. എത്രത്തോളം ഷിയറിംഗ് സ്ട്രെസ്സസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സോയിലിൻ്റെ ഒരു കപ്പാസിറ്റി, അതാണ് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതൊക്കെ ആ ഒരു ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഷിയർ ഡിഫോർമേഷനെയും റെസിസ്റ്റ് ചെയ്യണം. ഷിയർ സ്ട്രെസ്സിനെയും അതുവഴി ഉണ്ടാകുന്ന ഷിയർ ഡിഫോർമേഷനെയും എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യാനുള്ള സോയിലിൻ്റെ കഴിവിനെ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. മറ്റൊരു ഡെഫിനിഷൻ നോക്കൂ, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് ദ സോയിൽ മാസ് ക്യാൻ ഓഫർ ടു റെസിസ്റ്റ് ഫെയിലിയർ ആൻഡ് സ്ലൈഡിങ്. ഓക്കെ, ഈ ഫെയിലറും സ്ലൈഡിങ്ങും ഒക്കെ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഫെയിലർ തന്നെയാണ്. അതെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോയിൽ കൊടുക്കുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷിയർ സ്ട്രെങ്ത്തും ഷിയർ സ്ട്രെസ്സും ഉണ്ട്. ഫെയിലറിൻ്റെ ടൈമിൽ ഷിയർ സ്ട്രെങ്ത്തും ഷിയർ സ്ട്രെസ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഫെയിലർ ഒക്കർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷിയർ സ്ട്രെസ്സ് കുറവും ഷിയർ സ്ട്രെങ്ത്ത് കൂടുതലുമായി നിൽക്കുമ്പോൾ മാത്രമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സിമം ഷിയർ സ്ട്രെസ് ബിഫോർ ഫെയിലിയർ, അതും ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാക്സിമം ഷിയർ സ്ട്രെസ് ബിഫോർ ഫെയിലിയർ. കാരണം ഫെയിലിയറിൻ്റെ ടൈമിൽ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെങ്ത്തും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മേ ബി നമുക്ക് ഇങ്ങനെയും ഇതിനെ ഡിഫൈൻ ചെയ്യാം, മാക്സിമം ഷിയർ സ്ട്രെസ് ബിഫോർ ഫെയിലിയർ. ഓക്കെ, ഇനി ഈ ഒരു ഷിയർ സ്ട്രെസ്സിന് കുളോംസ് കൊടുത്തിട്ടുള്ള ഇക്വേഷൻ നോക്കാം. കുളോംസ് ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ്, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വലിയ ലെങ്തി മൊഡ്യൂൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ കുളോംസ് ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കൂ. ടോ ആണ് നമ്മളുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ സിമ്പിൾ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഓക്കെ, സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഗതി സോയിലിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിയും ഫൈയും. പറഞ്ഞു തരാം എന്താണെന്ന്. സിഗ്മ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ സ്ട്രെസ്, ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ എവിടത്തെ ഷിയർ സ്ട്രെസ് ആണ്, ഏത് പോയിന്റിലെ ഷിയർ സ്ട്രെസ് ആണോ നോക്കുന്നത്, ആ പോയിന്റിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. നോക്കാം, സി എന്ന് പറയുന്നത് കൊഹഷനാണ്, ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു സോയിലിൻ്റെ ഷിയർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹഷനും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളെ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരു സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിക്കുക. അപ്പം എന്താണ്, വാട്ട് ആർ ദ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്? ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആർ സി ആൻഡ് ഫൈ. ഒരു സോയിലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് അതിൻ്റെ കൊഹഷനും അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനും. കാരണം ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഇൻ്റർലോക്കിംഗ് അല്ലേ, അതൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി സോയിലിന് കിട്ടുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ കൊഹഷൻ വഴി. ഓക്കെ, കൊഹഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് കൊഹഷൻ എന്ന് പറയുന്നത്. സോ ഈ കൊഹഷൻ വഴി അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ വഴി. ഓക്കെ, ഫ്രിക്ഷനൊക്കെ എന്നാൽ സർഫസ് ടു സർഫസ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫ്രിക്ഷൻ വഴിയോ കൊഹഷൻ വഴിയോ ആണ് ഈ ഒരു ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത് സോയിലിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് സീനെയും ഫൈനെയും ഡിപ്പെൻഡ് ചെയ്യും ഒരു സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ഫൈ ടേംസ്. ഓക്കെ, നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത് സോയിലിൻ്റെ സിയും ഫൈയും കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, സിയും ഫൈയും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഷിയർ സ്ട്രെസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ജനറൽ ഇക്വേഷനാണ്. ടോ ഈസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഇറ്റ് ഈസ് കൊഹസീവ് ഗ്രാനുലാർ സോയിൽ മിക്സ്ചർ. അതായത് എല്ലാ സോയിലിനും സി വാല്യൂ ഉണ്ടായിരിക്കണം എന്നില്ല, എല്ലാ സോയിലിനും ഫൈ വാല്യൂ ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, അതായത് ചില ടൈപ്പ് ഓഫ് സോയിലിന് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് കൊഹഷൻ കൊണ്ട് മാത്രം അറ്റൈൻ ചെയ്യുന്നതായിരിക്കും. ചില ടൈപ്പ് ഓഫ് സോയിലിന് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു ഫ്രിക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് മാത്രം കിട്ടുന്നതായിരിക്കും. ചില സോയിലിന് കുറച്ച് കൊഹഷനും കുറച്ച് ഫ്രിക്ഷനും കൂടെ ചേർന്നിട്ട് ഷിയർ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോയിൽസ്
ഉണ്ടാകും. ഓക്കെ, അപ്പം അതിനെ നമ്മൾ C5 സോയിൽ, C സോയിൽ, 5 സോയിൽ എന്നങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ കൊഹസീവ് ആയിട്ടുള്ള ഗ്രാനുലാർ സോയിൽസ് പൊതുവേ 5 എന്നുള്ള അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴി ഷിയർ സ്ട്രെങ്ത് കിട്ടുന്നത് ഗ്രാനുലാർ സോയിൽസിനും അതുപോലെ തന്നെ ക്ലേ ആയിട്ടുള്ള നമ്മളുടെ ഫൈൻ ഗ്രെയിൻ സോയിലിനാണ് കൊഹസീവ് നേച്ചർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബോത്ത് C ആൻഡ് 5 സോയിൽ, കുറച്ച് C എന്നുള്ള പ്രോപ്പർട്ടീസും കുറച്ച് 5 പ്രോപ്പർട്ടീസും ഉള്ള കൊഹസീവ് ഗ്രാനുലാർ ടൈപ്പ് സോയിലിനെയാണ് C5 സോയിൽ എന്ന് പറയാം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതല്ലാത്ത 2 ഡിഫറെൻറ്റ് കേസസ് കൂടിയുണ്ട്. എന്താണ്? ഒന്നുകിൽ പ്യുവർ ക്ലേ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഫ്രിക്ഷൻ ഒട്ടും ഉണ്ടാവില്ല, കൊഹഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, പ്യുവർ ക്ലേ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഒരു ഹെട്രോജീനസ് മിക്സ്ചറോ കാര്യങ്ങൾ എടുത്താൽ പറ്റില്ല. പ്യുവർ ക്ലേനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫ്രിക്ഷൻ വിൽ ബി 0, ഓൺലി കൊഹഷനേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി കൊഹഷൻലെസ് സോയിൽ, പ്യുവർലി ഒരു കൊഹഷൻലെസ് സോയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാൻഡ് പോലത്തെ സോയിൽ ആണെങ്കിൽ അവിടെ കൊഹഷൻ ഉണ്ടായിരിക്കില്ല അല്ലേ. സോയിലിൻ്റെ സാൻഡിൻ്റെ പാർട്ടിക്കിൾസും ക്ലേയുടെ പാർട്ടിക്കിൾസും തമ്മിലുള്ള ആ ഒരു സർഫസ് ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. സാൻഡ് ഒന്ന് ഓരോരോ പാർട്ടിക്കിൾസ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് അല്ലേ, അത് തമ്മിലൊരു അങ്ങനെ ഒരു ബോണ്ട് തോന്നില്ല. പക്ഷേ അതേസമയം ക്ലേ സോയിലാണെങ്കിലോ അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പ് ഓഫ് സോയിലാണ് ക്ലേ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. പ്യുവർലി ക്ലേ എന്ന് പറഞ്ഞാൽ അവിടെ C മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 5 വിൽ ബി 0. അതുപോലെ തന്നെ പ്യുവർലി സാൻഡ് അല്ലെങ്കിൽ പ്യുവർലി കൊഹഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കുള്ളൂ, 5 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അവിടെ ഒട്ടും കൊഹഷൻ ഉണ്ടായിരിക്കില്ല. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഇക്വേഷൻ എന്ത് വരും, ഫസ്റ്റത്തെ പ്യുവർ ക്ലേ എന്ന് പറയുമ്പോൾ 5ക്ക് 0 ഇട്ട് കൊടുക്കുക, വാട്ട് വിൽ ഗെറ്റ്, ടോ ഈക്വൽ ടു C മാത്രമായി. സെക്കൻഡ്, കൊഹഷൻലെസ് സോയിൽ Cക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ടാൻ 5. ഓക്കെ, സിമ്പിളാണ്. ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. C5 സോയിൽ സാധാരണ മിക്ക സോയിലും ജനറലി എന്തായിരിക്കും, C5 സോയിലായിരിക്കും അല്ലേ. നമുക്ക് പ്യുവർലി ഒരു ക്ലേ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല, അതൊരു ഇമാജിനറി കണ്ടീഷനാണ്. മിക്കവാറും നമുക്ക് സൈറ്റിൽ കിട്ടുന്ന സോയിൽ എന്ന് പറയുന്നത് C5 സോയിലായിരിക്കും. മേ ബി സിയുടെ വാല്യൂ ഹയറും 5യുടെ വാല്യൂ നെഗ്ലിജിബിളുമായിട്ടുള്ള രീതിയിൽ കിട്ടാം, അല്ലെങ്കിൽ തിരിച്ചും കിട്ടാം. ഓക്കെ, 0 എന്നുള്ള രീതിയിൽ കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു C പ്ലസ് സിഗ്മ ടാൻ 5 എന്ന് പഠിച്ചു വെക്കാം. അത് ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും പ്യുവർലി ക്ലേ എന്നോ അല്ലെങ്കിൽ 5 ഈക്വൽ ടു 0 എന്നോ തന്നിട്ടുണ്ടെങ്കിൽ ടോ ഈക്വൽ ടു C എന്ന് ഉപയോഗിക്കാം. ക്വസ്റ്റ്യനിൽ പ്യുവർലി സാൻഡി സോയിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്യുവർലി കൊഹഷൻലെസ് സോയിൽ എന്ന് പറയുമെങ്കിൽ നമുക്ക് അവിടെ C ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തിട്ട് ടോ ഇസ് ഈക്വൽ ടു സിഗ്മ ടാൻ 5 എന്നും കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് കുളോംസ് ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് നോക്കാം. അതായത് നമ്മളിപ്പം ഒരു സോയിൽ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് പറയുകയാണ്. അപ്പം നമ്മൾ സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള ഒരു സോയിലിനെ കൺസിഡർ ചെയ്യുക. സോ സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള സോയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്ലെയിൻസിനെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതായത് ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിൽ നിൽക്കുന്ന സോയിലിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് പ്ലെയിൻസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിൻസ്, അങ്ങനെ അതിൽ നിന്നും ഇൻക്ലൈൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ വരുന്ന പ്ലെയിൻസ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഓരോ പ്ലെയിനിലും എന്തുണ്ടായിരിക്കും, നോർമൽ സ്ട്രെസ് ഉണ്ടായിരിക്കും, ഷിയർ സ്ട്രെസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 3 പ്ലെയിനുകളിൽ അവിടെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്ന 3 പ്ലെയിൻസിൽ എന്തുണ്ടായിരിക്കുള്ളൂ, നോർമൽ സ്ട്രെസ്സസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഷിയർ സ്ട്രെസ് 0 ഉള്ള കുറച്ച് പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഏതൊരു പോയിന്റിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ പ്ലെയിൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കതിൽ 2 സെറ്റ് ഓഫ് സ്ട്രെസ്സസ് വിൽ ബി ദർ, നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ് 0 വരുന്ന പ്ലെയിൻസ് എത്ര എണ്ണം ഉണ്ടോ നോക്കുക, അതിനെ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. ഓക്കെ, ദ പ്ലെയിൻസ് ഓൺ വിച്ച് ഷിയർ സ്ട്രെസ്സസ് ആർ 0 ഓർ കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അവിടെ നോർമൽ സ്ട്രെസ്സസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. Okay, at any stressed point there exist 3 mutually perpendicular planes on which there are no shear stresses acting. Okay, അപ്പം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ 3 മ്യൂച്വലി, അതായത് XYZ എന്നുള്ള 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ഉണ്ടായിരിക്കും. അതിൽ എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഇനി 2 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരിക്കുള്ളൂ അല്ലേ, Z ഉണ്ടാവില്ല, XY ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ആ ഒരു 2 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ടായിരിക്കുള്ളൂ 2Dയിൽ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും 3D കേസസ് തന്നെ കൺസിഡർ ചെയ്യാം.
സോ 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം ഈ ഒരു അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുക. അതായത് എന്താണ്, ഷിയർ സ്ട്രെസ് 0 വരുന്ന പ്ലെയിൻസിനെ നമ്മൾ എന്ത് പറയും, പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, നമുക്കൊരു പ്ലെയിൻ കിട്ടി, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഈ ഒരു പ്ലെയിനാണ് ഷിയർ സ്ട്രെസ് 0 ഉള്ള പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു 90 ഡിഗ്രീസിൽ നെക്സ്റ്റ് പ്ലെയിൻ നോക്കിയാൽ അതും ഒരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിരിക്കും. വീണ്ടും ഒരു 90 ഡിഗ്രിയിൽ നമ്മൾ അടുത്ത പ്ലെയിൻ നോക്കുകയാണെങ്കിൽ അതും പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ 3 പ്രിൻസിപ്പൽ പ്ലെയിൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി അവിടെയുള്ള നോർമൽ സ്ട്രെസ്സസിനെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്നാണ് പറയുക. ഓക്കെ, സാധാരണ എല്ലാ പ്ലെയിനിലും നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൽ പ്ലെയിനിലേക്ക് എത്തുമ്പം അവിടെ ഷിയർ സ്ട്രെസ് 0, നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്തെല്ലാം പറയാം, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ട്. 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചും ഇതിൻ്റെ 3ന് ഓരോ പേരുകളുണ്ട്. ഒന്ന് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻസ്, അതായത് അതിലായിരിക്കും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് σ1 ഉണ്ടായിരിക്കുക, ഷിയർ സ്ട്രെസ് 0. പിന്നെ വരുന്നത് ഏറ്റവും ചെറുത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് പ്ലെയിൻ വിത്ത് മിനിമം കംപ്രസീവ് സ്ട്രെസ് σ3 ആൻഡ് 0 ഷിയർ സ്ട്രെസ്. ഇനി ഇതിൻ്റെ രണ്ടിനും ഇടക്കായിട്ട് എന്ത് വരും, ഇന്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ, ദ പ്ലെയിൻ വിത്ത് സബ്ജക്റ്റ് ടു എ സ്ട്രെസ് ഇന്റർമീഡിയറ്റ് to σ1 and σ3 and 0 shear stress. ഓക്കെ, അപ്പം മേജർ ആവട്ടെ മൈനർ ആവട്ടെ ഇന്റർമീഡിയറ്റ് ആവട്ടെ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണോ, ഷിയർ സ്ട്രെസ് വിൽ ബി 0. അവിടുത്തെ നോർമൽ സ്ട്രെസ്സിൻ്റെ പറയുന്ന പേര് പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇനി അത് മേജർ സ്ട്രെസ് ആണോ മൈനർ സ്ട്രെസ് ആണോ ഇന്റർമീഡിയറ്റ് സ്ട്രെസ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, 3 സ്ട്രെസ്സസ് നോക്കുക. 3 ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന കംപ്രസീവ് സ്ട്രെസ് അതിനെ നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നു. ഏറ്റവും കുറഞ്ഞ സ്ട്രെസ് വാല്യൂ വരുന്നത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നു. അതിന് രണ്ടിനും ഇടക്ക് വരുന്ന ഒരു പ്ലെയിൻ ഉണ്ടായിരിക്കും, അതിലുള്ള സ്ട്രെസ്സിനെ ഇന്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അങ്ങോട്ട് നമ്മൾ σ1 σ3 എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കുക, σ1 ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് σ3 ഈസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതായത് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസിലും ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് എന്തായിരിക്കും, σ1 ആയിരിക്കും. മിനിമം വാല്യൂ വരുന്നത് σ3 ആയിരിക്കും. ഇന്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ അധികം ബോധേഡാവേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും എന്താണ്, ലാർജസ്റ്റ് കേസും ലീസ്റ്റ് കേസുമാണ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഓക്കെ, സോ σ1 σ3. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടേംസ് ടോയും സിഗ്മയും C5, അതിൽ തന്നെ σ1 ഉണ്ട് σ3 ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇതിപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിനിൽ വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ σ1 σ3 എന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇതിൻ്റെ നമ്പർ വേറെ ചില നമ്പർ σn അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് ഇതിപ്പം പ്രിൻസിപ്പൽ പ്ലെയിനിലുള്ളതാണ്. ഇനി പ്രിൻസിപ്പൽ പ്ലെയിനിൽ നിന്നും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വേറെ ഏതെങ്കിലും പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലാത്ത വേറെ ഏതെങ്കിലും പ്ലെയിനിലും എന്താവും, സ്ട്രെസ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ഉണ്ടാവും, ഷിയർ സ്ട്രെസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ. സോ അതിനൊക്കെ നമ്മൾ സിഗ്മ വെച്ചിട്ട് വേറെ എന്തെങ്കിലും നൊട്ടേഷൻസ് കൊടുക്കും. σ1 അല്ലെങ്കിൽ σ3 എന്ന് കണ്ടാൽ അത് എന്തായാലും എന്താണ്, ഷിയർ സ്ട്രെസ് 0 വരുന്ന കേസിലുള്ള പ്രിൻസിപ്പൽ കേസ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ σ1 ആൻഡ് σ3. ഇനി മേജർ സ്ട്രെസ് ആണ് σ1, മൈനർ സ്ട്രെസ് ആണ് σ3 എന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. നോക്കൂ, സിമ്പിളാണ്. ലെങ്ത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. σ1 σ3 റിലേഷനാണ്, പഠിച്ചു വെക്കുക. σ1 σ3 tan square 45 + 5/2 + 2c tan 45 + 5/2. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാം, ഇതിപ്പം പ്യുവർലി ക്ലേ ആണെങ്കിൽ പ്യുവർലി സാൻഡ് ഒക്കെ ആണെങ്കിൽ അവിടെ C0 ആയിരിക്കും അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, ഫസ്റ്റ് ടൈം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് ഇക്വേഷൻസ് ഷോർട്ടായിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, σ1 σ3 തമ്മിലുള്ള റിലേഷൻ നമുക്ക് Cയും Φയും ഏതെങ്കിലും ഒരു σ1 σ3 ഏതെങ്കിലും ഒന്നും അറിയാമെങ്കിൽ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത് ചെയ്താൽ മതി, മൈനർ ആണ് σ3 അല്ലേ. σ3 tan square 45 + 5/2, 5 എന്താണ്, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ, + 2c tan 45 + 5/2. ഓക്കെ, ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ σ1 ആൻഡ് σ3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലൊക്കെ നിങ്ങളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഏതെങ്കിലും ഒരു കേസ് ഓഫ് സോയിൽ എന്തെങ്കിലും തന്നിട്ട് അതിൻ്റെ 5 വാല്യൂ അറിയാം, C വാല്യൂ അറിയാം, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സും അറിയാമെങ്കിൽ സെക്കൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ കൊഹേഷൻ ഇൻ സോയിൽ, സോ സിയുടെ യൂണിറ്റ് നോക്കൂ, kN/m²-ലായിരിക്കും കൊഹേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്.
ദെൻ 5 എന്താണ് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. ദെൻ 45 പ്ലസ് 5/2 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ മേജർ ആക്സിസ്. അതായത് നമ്മുടെ മേജർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ അതിനോടുള്ള, അതായത് അതൊരു മേജർ പ്രിൻസിപ്പൽ പ്ലെയിനോട് ഏതൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണെന്നുള്ളത് കാണിക്കുന്നതാണ് 45 പ്ലസ് 5/2 എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അത് ബാക്കി സ്ലൈഡുകളിൽ നിന്ന് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഇക്വേഷൻ നോക്കി വെക്കുക, σ1 σ3 റിലേഷൻ ഏതാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സ്ട്രെസ്സസ് ഓൺ ഒബ്ലിക് പ്ലെയിൻസ്, അതായത് നമ്മളിപ്പം പറഞ്ഞു വന്നിട്ടുള്ളത് പ്രിൻസിപ്പൽ പ്ലെയിനും പ്രിൻസിപ്പൽ സ്ട്രെസ്സസും പറഞ്ഞു അല്ലേ. അവിടെ σ1 σ3 എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അവിടെ ഷിയർ സ്ട്രെസ് ടോ 0 ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ഒരു മേജർ പ്രിൻസിപ്പൽ പ്ലെയിന് അല്ലെ, 3 പ്ലെയിൻസ് ഉണ്ടായിരിക്കും, 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ് ഉണ്ടായിരിക്കുക മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള ഒരു പോയിന്റിലുള്ള പ്ലെയിൻസ് ആണ്. സോ ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ആകെ 3 പ്ലെയിൻസ് ആണോ ഉണ്ടായിരിക്കുക? അല്ല അല്ലേ, നമ്പർ ഓഫ് പ്ലെയിൻസ് നമുക്ക് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസ് അല്ലാതെ പ്രിൻസിപ്പൽ പ്ലെയിനിനോട് ഒബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ നിൽക്കുന്ന മറ്റ് പ്ലെയിൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവിടുത്തെ സ്ട്രെസ്സസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. നോക്കാം നമുക്ക്. ഇതൊരു സോയിലിൻ്റെ സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള സോയിലിലെ ഏതോ ഒരു പോയിന്റിനെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻ ആകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തായിരിക്കും σ1 σ3 അല്ലേ. അതാ നോക്കൂ, അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്തത് σ1 ആണ്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് വന്നിട്ടുണ്ട്, σ3 വരുന്നുണ്ട് അല്ലേ, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ഇത് നോക്കൂ, ഈ ഒരു σ1 വരുന്ന പ്ലെയിനിൽ നിന്നും 90 ഡിഗ്രീസിലാണ് അടുത്ത പ്ലെയിൻ വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ 2D കേസ് മാത്രം നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സോ ഹൊറിസോണ്ടൽ പ്ലെയിനും അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ, വെർട്ടിക്കൽ പ്ലെയിനിലാണ് എന്തുള്ളത്, σ3 വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലാക്കിയല്ലോ 90 ഡിഗ്രീസിലാണ് വരുന്നത് എന്നുള്ളത്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇതല്ലാതെ മറ്റ് പ്ലെയിൻസിൽ σ1 σ3 നമുക്ക് അറിയാമെങ്കിൽ മറ്റ് പ്ലെയിൻസിലുള്ള സ്ട്രെസ്സസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. ഒരു പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും തീറ്റ ആംഗിൾ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ട് അത് നമ്മൾ ആംഗിൾ എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, അതായത് പ്രോബ്ലത്തിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളൊക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫിഗർ വരച്ചിട്ട് കറക്റ്റ് ആംഗിൾ കണ്ടുപിടിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തീറ്റയെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുമാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ചില കേസസിൽ പിക്ചർ തന്നെ തരും, പിക്ചർ തന്നിട്ട് ആംഗിൾ കാണിച്ചിട്ടുണ്ടായിരിക്കും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 30 ഡിഗ്രി എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയിൻ എങ്ങനെയായിരിക്കും, ഇപ്പുറത്തുനിന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 60 ഡിഗ്രീസിലായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓരോ പോയിന്റും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് നോക്കുന്നത്, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ആംഗിൾ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുള്ള റെഡ് ലൈൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒബ്ലിക് പ്ലെയിൻ. അതായത് നമ്മളുടെ പ്രിൻസിപ്പൽ പ്ലെയിനിലെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും തീറ്റ ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള പ്ലെയിൻ ആണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ലിക് പ്ലെയിൻ. ഇനി ഈ ഒരു ഒബ്ലിക് പ്ലെയിനിൽ നമ്മൾ എന്താ പറയുക, സ്ട്രെസ്സസ് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയായിരിക്കും സ്ട്രെസ്ഡ് കണ്ടീഷൻസ്, AB എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ AB ആണ് നമ്മളുടെ ഒബ്ലിക് പ്ലെയിൻ. ഓക്കെ, ഇനി ഇവിടെയുള്ള സ്ട്രെസ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും നോക്കൂ. ഏതാണോ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്നതായിരിക്കും നോർമൽ സ്ട്രെസ് സിഗ്മ. ഓക്കെ, അപ്പോൾ σ1 3 ഒന്നും കാണിച്ചിട്ടില്ല, വെറും പ്ലെയിൻ ആയിട്ട് സിഗ്മ എന്ന് കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, ആ സിഗ്മ പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ല, അതല്ലാതെ വേറെ ഏതോ പ്ലെയിനിൽ അപ്ലൈ ചെയ്ത് പ്ലെയിനിൽ വരുന്ന സ്ട്രെസ്സാണ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷിയർ സ്ട്രെസ് എങ്ങനെയായിരിക്കും വരിക, നമ്മളുടെ ഇപ്പോൾ എടുത്തിട്ടുള്ള സെയിം റെഡ് കളർ ലൈൻ ഉണ്ടല്ലോ അതേ ഡയറക്ഷനിൽ അല്ലേ, ഇതായിരിക്കും ഷിയർ സ്ട്രെസ്. അപ്പം സിഗ്മയും ടോയും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് തീറ്റ ആംഗിളിലുള്ള ഒരു ഒബ്ലിക് പ്ലെയിൻ AB എടുത്തു. ABക്ക് പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്മ ആക്ട് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ, ആ പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ് ആണ് ടോ. ഓക്കെ, നമുക്ക് σ1 σ3 തീറ്റ ആംഗിളും നോൺ ആണെങ്കിൽ ഈ ഒരു ഒബ്ലിക് പ്ലെയിനിൽ എൻ്റെ മേൽ വരുന്ന സിഗ്മയും ടോയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. നോക്കൂ, ഞാൻ ഇപ്പം പറഞ്ഞ കണ്ടീഷനാണ് ജസ്റ്റ് സെൻറ്റൻസിൽ കാണിച്ചിട്ടുള്ളത്. ഇഫ് ദ എലമെന്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി നോർമൽ സ്ട്രെസ് σ1 and σ3 on vertical and horizontal planes, then normal stress sigma and shear stress tau on oblique plane at theta in anti-clockwise direction with horizontal planes. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും തീറ്റ ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, സിഗ്മ ഇസ് ഈക്വൽ ടു എന്തൊക്കെ നമുക്കറിയണം, സിഗ്മ 1 അറിയണം, സിഗ്മ 3 അറിയണം, പിന്നെ ആംഗിൾ തീറ്റയും അറിയണം. തീറ്റ എങ്ങനെ ആയിരിക്കണം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തിട്ടുള്ള ആംഗിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ, സിഗ്മ 1 പ്ലസ് സിഗ്മ 3/2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 കോസ് 2 തീറ്റ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അവിടുത്തെ ഒബ്ലിക് പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ് കിട്ടും. നൗ ടോ കിട്ടാൻ, ഷിയർ സ്ട്രെസ് ടോ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മേലെയുള്ള ഇതിൽ സെക്കൻഡ് ടേം ഉണ്ടല്ലോ അതുതന്നെയാണ്, ബട്ട് കോസ് മാറി സൈൻ ആവുന്നു മാത്രം. സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 സൈൻ 2 തീറ്റ. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനായാലും ഇനി അതല്ല നിങ്ങൾ സിവിൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റീവ് എക്സാംസ്, എൻട്രൻസ് എക്സാംസിനൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻസ് എല്ലാം കേട്ടോ. സോ നോക്കുക, ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, സിഗ്മ 1ഉം സിഗ്മ 3യും തീറ്റയും നോൺ ആണെങ്കിൽ ഒബ്ലിക് പ്ലെയിനിലുള്ള സിഗ്മയും ടോയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, നമ്മൾ മോർ സർക്കിളിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ഇതിൽ ജസ്റ്റ് ഒരു കാര്യമേ പറയുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, മോർ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതും കാര്യങ്ങളൊക്കെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിക്കുക, നോക്കൂ, മോർ സർക്കിൾ എന്താണെന്ന് പറയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്ട്രെസ്സസ് ഓൺ എനി പ്ലെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രിൻസിപ്പൽ പ്ലെയിനും പ്രിൻസിപ്പൽ സ്ട്രെസ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വരുന്ന ഒബ്ലിക് പ്ലെയിനിൽ വരുന്ന സ്ട്രെസ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് മോർ സർക്കിൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് മോർ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിൾ ഒരു XY ആക്സിസിലുള്ള ഒരു സർക്കിളാണ് മോർ സർക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ പോലും ഇത് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള സിഗ്മാസ് ഉണ്ടല്ലോ, സിഗ്മ 1 സിഗ്മ 3 സിഗ്മ ടോ, ഇവ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളും ആ ഒരു വലിയ ഇക്വേഷനൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പോയിന്റിലുള്ളതും എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് കണ്ടീഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ ഓരോരോ പോയിന്റ് എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒക്കെ എന്തായിരിക്കും, ഓരോരോ പോയിന്റിലുള്ള സോയിലുള്ള ഡിഫറെൻറ്റ് പോയിന്റിലുള്ള സ്ട്രെസ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അതിൽ നമ്മൾ കോർഡിനേറ്റ്സ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എല്ലാം കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഇതെങ്ങനെയാണ് ഈ ഒരു ഫിഗർ വരക്കുന്നത് എന്നും അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് അനാലിസിസ് ചെയ്യുന്നത് എന്നും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ XY ആക്സിസ് ഉണ്ടല്ലോ നമ്മളുടെ, അതിലാണ് നമ്മൾ ഈ സർക്കിൾ വരക്കുന്നത്. അതിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വെർട്ടിക്കൽ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് മോർ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, സിഗ്മ ഷിയർ സ്ട്രെസ് കാണിച്ചിട്ടുണ്ട് അല്ലേ, നോർമൽ സ്ട്രെസ് X ആക്സിസിലുണ്ട്, ഷിയർ സ്ട്രെസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, Y ആക്സിസിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഉള്ളൂ ഇതിൽ പറയാനായിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. മോർ സർക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.